ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ടുഡേ ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് ദ ടുമോറോ യു വോണ്ട്. കെൻ പൈററ്റിന്റെ കോട്ടാണ്. നമുക്ക് എന്താണോ നാളെ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ എല്ലാവരും അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തൈറോയിഡ് ആൻഡ് പീരിയഡ്സ്. തൈറോയിഡും പീരീഡും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് തൈറോയിഡ് പ്രോബ്ലം എന്ന് നമ്മൾ അറിയണമല്ലോ അല്ലേ? അപ്പൊ ഈ തൈറോയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസത്തിലാണെങ്കിൽ നമ്മുടെ T3 T4 എന്ന് പറയുന്ന ഹോർമോൺസിന്റെ അളവ് കുറവായിരിക്കും, TSHന്റെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ TSHന്റെ അളവ് കുറവായിരിക്കും. ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മുടെ ഈ ത്രോട്ടിന്റെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഗ്ലാൻഡ് ആണ് T3 T4 TSH പോലുള്ള ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇറഗുലർ പീരീഡ്സ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത്. തൈറോയിഡിന് നമ്മുടെ പീരീഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. യൂഷ്വലി തൈറോയ്ഡ് പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫീമെയിൽസിലായിരിക്കും. മെയിൽസിനേക്കാൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നാണ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഹൈപ്പോയിലും ഹൈപ്പറിലും കാണപ്പെടുന്നതെന്ന് നോക്കാം. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിലാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം കാണും, അവർ ഭയങ്കര കോൾ സെൻസിറ്റിവിറ്റി കാണും, അതുപോലെ തന്നെ മുടി പൊഴിച്ചില്, ഒന്നും ചെയ്യാനൊരു എനർജി ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണപ്പെടാം. അവരുടെ നോർമൽ ഫുഡ് റുട്ടീൻസ് ഒക്കെ തന്നെ ആയിരിക്കാം, എന്നാൽ അതല്ലാതെ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നതായിട്ടും മുടി പൊഴിച്ചില്, പീരീഡിന്റെ പ്രശ്നം, ഇതൊക്കെ കൊണ്ടാണ് മെയിൻലി നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാറ്. എന്തുകൊണ്ടാണ് എൻ്റെ പീരീഡ് ഇങ്ങനെ മാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഹെയർ ഫോൾ വരുന്നത്, പീരീഡ്സിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വരുന്നത്? യൂഷ്വലി ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ ഹെവി ബ്ലീഡിംഗ് ആണ് കാണപ്പെടാറ്. അതായത് നോർമലിൽ നിന്നും കുറച്ച് അധികമായിട്ട് ബ്ലഡ് ഫ്ലോ ഉള്ളതായിട്ടാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ കാണപ്പെടുന്നത്. ഇനി എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും, എന്നാൽ ഇവരുടെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ക്ഷീണിച്ച് വരികയും ചെയ്യും. ഇവർക്ക് അതുപോലെ തന്നെ മുടി പൊഴിച്ചില്, അതുപോലത്തെ മറ്റ് പീരീഡ് ഇറഗുലാരിറ്റീസ് ഒക്കെ കാണപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ TSHന്റെ അളവ് കൂടുകയും T3 T4ന്റെ ഒക്കെ അളവ് കുറയുകയും ചെയ്യുന്നത്? നമ്മുടെ ഈ തൈറോയിഡ് ഗ്ലാൻഡ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. ലെസ് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഹോർമോൺ ഇങ്ങനെ വേരിയേഷൻ വരികയും നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ ഈ ഗ്ലാൻഡ് ഓവർ ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഇങ്ങനെ ഓവർ ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത് മൂലം നമ്മുടെ DSH എന്ത് ചെയ്യും? കുറഞ്ഞു പോവുകയും നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന രോഗാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിന്റെ കോസ് പറയുന്നത്, അല്ലെങ്കിൽ റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആന്റിബോഡീസിന്റെ ചേഞ്ചസ് മൂലവും നമുക്ക് ഈ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒന്നാമത്തേതായിട്ട് നമ്മൾ പേഷ്യൻസ് വരുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മൂലമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അവരോട് ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുക. അവരുടെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതായത് എത്ര ദിവസം കൂടുമ്പോഴാണ് വരുന്നത്, അവരുടെ ഫ്ലോ എങ്ങനെയാണ്, എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും. ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കര സ്കാൻഡി പീരീഡ് ആയിരിക്കും. ചിലപ്പോൾ പീരീഡ് ആകാൻ ഒത്തിരി ഡിലേ ആയെന്നിരിക്കും. ഇനി പീരീഡ് ആയാൽ തന്നെ കുറച്ച് ഡ്രോപ്സ്, അല്ലെങ്കിൽ കുറച്ച് പോയതിനു ശേഷം അല്ലെങ്കിൽ 1-2 ദിവസം നിന്നിട്ട് അത് അപ്പം സ്റ്റോപ്പ് ആവും. അല്ലാതെ ഒരു നോർമൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകാറില്ല. ഹൈപ്പോയിലാണെങ്കിൽ സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് കുറച്ച് ഹെവി ഫ്ലോ ഉള്ളതായിട്ടും കാണപ്പെടാറുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുക? ഈ ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻസിൽ വരുന്നതാണ് ബ്ലഡ് ടെസ്റ്റുകൾ. അതായത് നമുക്ക് T3 T4 TSH ഒക്കെ വരുന്ന തൈറോയിഡ് പ്രൊഫൈൽസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമെന്ന് വന്നാൽ നമ്മൾ തൈറോയിഡിന്റെ സ്കാനോ എന്തെങ്കിലും ഗ്രോത്തോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളവരാണെങ്കിൽ നമുക്കതിന് ഫർദർ MRI CT ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇനി വൺസ് നമ്മൾ തൈറോയിഡ് ഡയഗ്നോസ് ചെയ്തു, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? രണ്ടിനും രണ്ട് ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ഹൈപ്പോയ്ക്ക് ആണെങ്കിൽ നമ്മൾ TSH എന്താണ് ഭയങ്കര കൂടുതലാണ്, അപ്പൊ അത് കുറയ്ക്കാനുള്ള ഹോർമോൺ നമ്മൾ പുറത്തുനിന്ന് സപ്ലിമെന്റ് ചെയ്യണം. കാരണം നമ്മുടെ ഗ്ലാൻഡ് അത്രത്തോളം വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? എൽട്രോക്സിൻ, തൈറോക്സിൻ പോലുള്ള മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കും. ആദ്യം ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 2 മാസം എങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ടിന്യൂസ് കഴിച്ചിട്ട് അവരോട് വന്ന് ഫോളോ അപ്പ് ചെയ്ത് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും.
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ഈ ഡോസിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും. എന്നാൽ ഇത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഡോസ് കൂട്ടിക്കൊടുക്കുക. ഇനി നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും വെയിറ്റ് കുറയുന്നതും ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഹോർമോണിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഐഡിയൽ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അതുപോലെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹോർമോൺസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഡോസ് ആവശ്യമെന്നിരിക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. എസ്പെഷ്യലി നമ്മുടെ ഈ പ്രഗ്നൻസിയുടെ ഒക്കെ സമയത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുമല്ലോ. എന്തായാലും നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യും. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഹോർമോൺസിൽ വേരിയേഷൻ വരികയും നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 25 വെച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ തൈറോയിഡ് TSH ഒക്കെ നോർമലാണ്. എന്നാൽ നമ്മളൊന്ന് വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഹൈ ആയി. അതിന്റെ റീസൺ എന്താ, നമ്മുടെ വെയിറ്റ് കൂടിയതിനനുസരിച്ച് നമ്മുടെ മെഡിസിന്റെ ഡോസും കൂട്ടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഡോസ് കൂട്ടി കൊടുക്കുക. പ്രഗ്നൻസിയിൽ തൈറോയിഡ് മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസിൽ നിർത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതർവൈസ് എന്ത് ചെയ്യും, ഇത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ഒരു സെറ്റ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട്. ആ മെഡിക്കേഷൻസ് കൊടുക്കുക. അതിനും പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യണം. ഇൻ കേസ് ആവശ്യമെന്നിരുന്നാൽ ചില സമയത്തൊക്കെ സർജിക്കൽ മാനേജ്മെന്റ് ചെയ്ത് തൈറോയിഡക്ടമി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെ കണ്ടീഷനെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചില ഫുഡ്സ് ഒക്കെ നമ്മുടെ തൈറോയിഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അതായത് ചില ക്രൂസിഫറസ് ഫുഡ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് നമ്മുടെ ഒനിയൻ, ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ. ഇതിന്റെയൊക്കെ യൂസ് ഒഴിവാക്കണമെന്നല്ല, ഇതിന്റെയൊക്കെ യൂസ് നമ്മൾ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.